അങ്ങനെ 3 ദിവസം അവളോടൊപ്പം പോയി ചിലവഴിച്ചു. ആ സമയത്തും അവൾക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു. ഞാൻ ഓർത്തെൻ്റെ ദൈവമേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയെ തന്നെ നിന്നു. ആ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും മാസ് ഉണ്ട്. 5:30 ആകുമ്പോഴത്തേക്കിന് മാസ് തുടങ്ങി ഒരു 6:15 സമയമൊക്കെ ആകുമ്പോഴത്തേന് കുർബാന വരും. അപ്പം ഞാൻ കുറേ 2.5 വർഷമൊക്കെ കൂടിയാണ് കുമ്പസാരിക്കുന്നത്, കുർബാന കൊള്ളുന്നതൊക്കെ. അപ്പം ഞാൻ കിടന്നുറങ്ങുമ്പം ഇവൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറയും, മരിക്കാൻ പോകുന്നൊരു രോഗിയാണെന്ന് ഓർക്കണം, എന്നെ വിളിച്ചിട്ട് പറയും, നീ എഴുന്നേക്ക്, നീ എന്താണ് കുർബാന അനുഭവിക്കാത്ത, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, നീ ഇങ്ങനെ നടന്നോ കേട്ടോ. എന്നിട്ട് എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു. അങ്ങനെ അവൾ കുർബാന കൊള്ളും, ഞാൻ അവിടെ ജസ്റ്റ് കുർബാന വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. ഞാനൊരു തിങ്കളാഴ്ച തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് വന്ന വ്യാഴാഴ്ച അവൾ മരിച്ചു. വളരെ പ്രത്യാശയിൽ തന്നെയാണ് അവൾ ഈ ലോകത്തുനിന്ന് വേർപെട്ട് പോയത്. അതിനുശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ ഒരു സങ്കടം കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ. എനിക്കത് അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ അവൾ മരിച്ച മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എൻ്റെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ വരുമ്പം എൻ്റെ കസിനോട് ഞാനിങ്ങനെ പറയും. അപ്പോൾ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവൾക്ക് ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, എടി കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ല, കാരണം അവിടുത്തെ എന്തൊക്കെ ട്രോള് വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ മാതാവിൽ എനിക്ക് വിശ്വാസമാണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോകാമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ കുറേ തടസ്സങ്ങൾ വരും, അങ്ങനെ പോകാതൊക്കെ ഇരുന്നു. അങ്ങനെ ആ സമയത്ത് ഹസ്ബൻഡിന് ഒക്ടോബർ മാസത്തിൽ ജോലി ശരിയായി. അപ്പോൾ പഴയ കമ്പനി 2 മാസം നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഡിസംബർ മാസത്തിലായപ്പോഴത്തേക്കിന് പുള്ളിക്കൊരു ജോലി കിട്ടി, പുതിയൊരു നല്ലൊരു സാലറി പാക്കേജിലൊക്കെ ജോലി കിട്ടി പുള്ളിക്ക്. അപ്പോൾ ജോലി കിട്ടിയപ്പോഴും ഞങ്ങൾ തമ്മിൽ കുഞ്ഞു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ ഇവളോട് വിളിച്ചിട്ട് പറയും, എടി ഇങ്ങനെ പ്രശ്നമാണ്. എൻ്റെ കസിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും പ്രശ്നങ്ങളാണെന്ന് പറയുമ്പോൾ ഇവളെന്നോട് പറയും, നീ കൃപാസനത്തിൽ പോ. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തന്നെ വിചാരിച്ചു, ഹസ്ബൻഡിന് ജോലി കിട്ടിയ കാര്യം എനിക്കും എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി പഴയ കമ്പനിയുടെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കുക.